കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ അയർകുന്നം മണർകാട് പള്ളി വഴി കോട്ടയം അങ്ങനെ ബസ് സർവീസൊക്കെ എപ്പോഴും ഉള്ള ഒരു നല്ലൊരു ടൗണാണ് അയർകുന്നം ടൗണിനകത്ത് ടൗണിന് ഏകദേശം ഒരു 400-500 മീറ്റർ ദൂരം മാത്രം മാറി 8 സെന്റ് സ്ഥലത്തിൽ 1500 സ്ക്വയർ ഫീറ്റ് നല്ല ക്വാളിറ്റിയിൽ പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. 3 ബെഡ്റൂമാണ്, 2 അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ്. അപ്പോൾ ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു. 65 ലക്ഷം രൂപ ചോദിക്കുക മാത്രം, നെഗോഷ്യബിൾ ആണ്. മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. ഇപ്പോൾ നമ്മൾ കടന്നു ചെല്ലുന്നത് അയർകുന്നം ടൗണിനടുത്തേക്കാണ്. കോട്ടയം ജില്ലയിലെ കോട്ടയം പാലാ റൂട്ട്, അതായത് കോട്ടയം കഞ്ഞിക്കുഴി മണർകാട് പള്ളി വഴി അയർകുന്നം വഴി കിടങ്ങൂര് വഴി പാലായ്ക്ക് വരുന്ന ബസ് സർവീസ്, അതായത് സ്വകാര്യ ബസ്സുകൾക്കൊക്കെ സർവീസ് കൂടുതലും കൊടുത്തിരിക്കുന്ന ആ റൂട്ടിലൂടെയാണ്. ആ റോഡിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുക. റോഡിൽ നിന്നും ഏകദേശം ഒരു 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി. ടൗണിൽ നിന്നും തന്നെ ഏകദേശം 500 മീറ്റർ ദൂരത്തോളം ഉള്ളൂ. അങ്ങനെ 500 മീറ്റർ ദൂരം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ല ടോപ്പായിട്ടുള്ള റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വീടിൻ്റെ കാർ പോർച്ച് വഴി നമ്മൾ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. 1500 സ്ക്വയർ ഫീറ്റ് ആണ്, 8 സെന്റ് സ്ഥലമാണ്. അതുപോലെ തന്നെ വെള്ളം ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്വാളിറ്റിയോടുകൂടി തന്നെ, നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടിരിക്കുന്നത്. നല്ലൊരു എനിക്ക് തോന്നുന്ന ഒരു 8 വർഷം മുന്നേ ഡെവലപ്പായി പോയ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല. അകത്തിരിക്കുന്ന വീടുകൾ, ഈ റെസിഡൻഷ്യൽ മേഖലയിലിരിക്കുന്ന വീടുകളെല്ലാം 1500, 2000, 3000 സ്ക്വയർ ഫീറ്റ് വലിയ വീടുകൾ തന്നെ അടുത്തുള്ള നല്ലൊരു മേഖല. ആ മേഖലയിലാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ താമസിക്കുക അത് വലിയൊരു നല്ല കാര്യങ്ങൾ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഗ്രാൻഡായിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. നമ്മളങ്ങനെ കറങ്ങി വന്ന വീടിൻ്റെ ഫ്രണ്ട് മുറ്റത്തേക്ക് തന്നെ വീണ്ടും വന്ന് വീട് നല്ലൊരു ഓമനത്വമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീട് തന്നെ. സിറ്റ് ഔട്ട് ഫുള്ള് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ച് വലിപ്പമുള്ള കാർ പോർച്ചാണ്. നമുക്കിനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഫ്രണ്ട് ഡോറ് തേക്കാണ്, ജനൽപ്പാളി തേക്കാണ്, ചുറ്റോടിയേറ്റുമുള്ള ജനൽപ്പാളികൾ തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമായ ഒരു സ്വീകരണമുറി, നല്ല വലിപ്പമുള്ള സ്വീകരണമുറി. ഒത്തിരി ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടല്ല, അല്ലാതെ തന്നെ നല്ല ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ഉള്ള നല്ലൊരു റൂമാണ്, സ്വീകരണമുറിയാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം കാണാം. ഈ ബെഡ്റൂമിന് സമീപത്തായിട്ട് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ്, ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കയറാവുന്ന രീതിയിൽ ഒരു കോമൺ ടോയ്ലറ്റ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് പോലെ തന്നെയാണ്. 3 ബെഡ്റൂം, 2 അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റും. അങ്ങനെയാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അകത്തെ ഡോറുകളും തേക്ക് തന്നെയാണ്, തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുകൾ തന്നെയാണ് ബെഡ്റൂമുകളുടെ ഇതായിട്ടും കൊടുത്തിരിക്കുക. നമുക്ക് ജനൽപ്പാളികളൊക്കെ നല്ല വായുസഞ്ചാരമൊക്കെ കിട്ടാവുന്ന രീതിയിൽ നല്ല ജനൽപ്പാളികളാണ് ഇവിടെ കൊടുത്തിരിക്കുക. AC-യുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ബെഡ്റൂം ഈ സ്വീകരണമുറിയിൽ നിന്ന് തന്നെയാണ് കയറുക. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ കയറുന്ന ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് അടുത്ത ബെഡ്റൂം, ആ സൈഡിൽ തന്നെ വാഷ് ഏരിയ. അങ്ങനെയാണ് ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിരിക്കുക. ഇതാണ് വലിപ്പമുള്ള ഡൈനിങ് ഹാള്. ഈ ബെഡ്റൂമുകളുടെ ഡോറുകൾ നമുക്ക് കാണാം. നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെയുള്ള നല്ല തേക്കിൻ തടി കൊണ്ടുള്ള നല്ല ഡോറാണ്. നമ്മൾ തുറന്ന് അകത്തേക്ക് കയറി ഇവിടെയും നല്ല ജനൽപ്പാളികളൊക്കെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വായുസഞ്ചാരം ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്, ഒരു വീടിൻ്റെ പ്രധാന ഘടകമാണ്. കാരണം വാസ്തു നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരാതനമായിട്ട് തന്നെ വാസ്തു നോക്കുന്ന കാലഘട്ടത്തിൽ വായുസഞ്ചാരം വീടിനകത്ത് കിട്ടാൻ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അതിലേക്ക് കുറേ വിശ്വാസങ്ങളും കൂടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ വാസ്തു എന്ന് പറയുന്നത്. കാരണം സൂര്യൻ ഉദിക്കുന്ന കിഴക്ക്, അപ്പോൾ കിഴക്കുന്ന് ഉള്ള വെളിച്ചം ആദ്യം തന്നെ കയറുക. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പറയാറുണ്ട് 9 മണിക്ക് മുന്നേ ഉള്ള വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ് എന്നുള്ളത്.
കാരണം 9 മണിക്ക് മുന്നേയുള്ള വെയിലിൽ ഒത്തിരി വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള സൂര്യപ്രകാശമാണ്. ആ സൂര്യപ്രകാശം നമ്മുടെ കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെയും മേത്തൊന്ന് കൊള്ളുകയാണെങ്കിൽ, അതായത് പറമ്പിലിറങ്ങി പണിയുക, സ്ത്രീകൾ രാവിലെ മുറ്റമടിക്കുക, അങ്ങനെയൊക്കെയുള്ള പഴയ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. ആ കൾച്ചറിൽ രാവിലത്തെ സൂര്യപ്രകാശം കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടും മണ്ണിലിറങ്ങി ചെരുപ്പിടാതെ മണ്ണിലിറങ്ങി പണിയുന്നത് കൊണ്ടുമാണ് പഴയ ആൾക്കാർക്കൊക്കെ, അതായത് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് ആയുസ്സും ആരോഗ്യവും കൂടുതലുള്ള, ഇപ്പോഴത്തെ പോലെ അസുഖങ്ങളൊക്കെ കുറവുള്ളത് എന്ന് പറയപ്പെടാറുണ്ടായിരുന്നു. അതുതന്നെയാണ് വീട് പണിയുമ്പോഴും നമ്മൾ ആദ്യം കിഴക്കുന്ന വായു സഞ്ചാരം, കിഴക്കുന്ന സൂര്യപ്രകാശം വീടിനകത്തേക്ക് കയറാവുന്ന രീതിയിലാണ് എപ്പോഴും വീട് സെറ്റ് ചെയ്യുക. അതിനെയാണ് വാസ്തു എന്ന് പറയുക, വാസ്തു എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കാറ്റിൻ്റെ ദിശ, കാറ്റ് വരുമ്പോൾ വീടിനകത്തോടെ കയറി ഇറങ്ങി കാറ്റ്, ഒരു ചെറിയ കാറ്റൊക്കെ ആണെങ്കിൽ ആ കാറ്റിൻ്റെ എയർ വീടിനകത്തോടെ കയറി ഇറങ്ങി പോകുമ്പോൾ, നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിലൊരു 4 പേർ അല്ലെങ്കിൽ 5 പേരുള്ള കുടുംബത്തിലുള്ള അംഗങ്ങളാണെങ്കിൽ ഇവരൊക്കെ ശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, വീട്ടിലെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് അതിൻ്റെ ദുർഗന്ധമെല്ലാം പോകും. അങ്ങനെ വീടിനകം വീണ്ടും ഫ്രഷാകും. ഇപ്പോഴത്തെ പോലെ എയർ ഫ്രഷ്നറോ അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ രീതിയിൽ എയർ കയറി ഇറങ്ങി പോകാവുന്ന രീതിയിൽ ഉള്ള രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെയും ജനലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുക. നമുക്ക് ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകുവാനായിട്ടൊരു 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, 6-7 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും. ഇവിടെ നിന്ന് നേരെ മണർകാടേക്ക് പോകുവാനായിട്ടും ഒരു 3 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ഏകദേശം ദൂരമുള്ള മണർകാട് പള്ളി. മണർകാട് എന്ന് പറയുന്നത് പാലക്കാട് മണ്ണാർക്കാടല്ല, കോട്ടയം ജില്ലയിലെ മണർകാടാണ്. നമ്മൾ മണർകാടൊക്കെ ഒത്തിരി വീടിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ പാലക്കാട് ഞങ്ങളിപ്പോൾ ആ വീട് കാണാൻ വരികയാണ് എന്ന് പറഞ്ഞവരെയും വിളിച്ചവരുണ്ട്. പക്ഷേ തെറ്റിപ്പോയി, അവർ ഉദ്ദേശിച്ചത് പാലക്കാടുള്ള മണ്ണാർക്കാടാണ്. ഇത് കോട്ടയം ജില്ലയിലെ മണർകാട് പള്ളി, നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിക്ക് സമീപത്തായിട്ടുള്ള മണർകാട് പള്ളി, അതാണ് മണർകാടാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റുമാനൂരിലേക്ക് പോകുവാനായിട്ട് ഇവിടുന്ന് തിരുവഞ്ചൂർ വഴി ഏറ്റുമാനൂരിലേക്ക് പോകുവാനായിട്ട് എളുപ്പമാണ്. ഏറ്റുമാനൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതിരമ്പുഴ യൂണിവേഴ്സിറ്റി ഏറ്റുമാനൂർ വഴിയാണ് നമുക്ക് മെഡിക്കൽ കോളേജ് പോകാവുന്ന, കാരിത്താസ് പോകാൻ, ഹോസ്പിറ്റല്, മിത്ര, അതുപോലെ മാതാ ഹോസ്പിറ്റൽ, ഇങ്ങോട്ടേക്കൊക്കെ പോകുവാനായിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഏറ്റുമാനൂരാണെങ്കിൽ SFS സ്കൂള്, അങ്ങനെയൊക്കെയുള്ള കുറേ സ്കൂളുകൾ, വലിയ സ്കൂളുകളൊക്കെ ഉള്ള നല്ലൊരു മേഖല. അങ്ങോട്ടേക്ക് കോട്ടയം ജില്ലയുടെ തന്നെ ഒരു മിഡിൽ ഭാഗമാണ് ഏറ്റുമാനൂർ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ കോട്ടയം ജില്ല മിക്കവാറും ആഴ്ചയിൽ 1 എങ്കിലും കറങ്ങാറുണ്ട്, കോട്ടയം ജില്ലയുടെ എല്ലാ ഭാഗവും. കാരണം നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയേക്കുന്നത് ഏറ്റുമാനൂരാണ് ഏറ്റവും മിഡിലിൽ ഉള്ള സ്ഥലം എന്ന് നമ്മളൊന്ന് ചിന്തിക്കാറുണ്ട്. ആ മിഡിലുള്ള സ്ഥലത്തേക്ക് പോകുവാനായിട്ടും കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ. പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏറ്റുമാനൂർ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ദൂരം മാത്രമാണുള്ളത്. നമുക്ക് പാലായിലേക്ക് പോകുവാനായിട്ട് ഇവിടെ നിന്ന് കിടങ്ങൂർ, അത് കഴിഞ്ഞ് ചേർപ്പങ്കൽ, കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലുണ്ട്. കേരളത്തിലെ തന്നെ നമ്പർ 1 ഹോസ്പിറ്റലുകളിൽ ഒന്നായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്താം. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബ്രില്യൻ്റ് കോളേജിലേക്ക് എത്താൻ പറ്റും. ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ മുത്തോലി, അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പാലായിലേക്ക് എത്തുവാനായിട്ടൊരു 15-20 മിനിറ്റ് 25 മിനിറ്റ് ദൂരത്തിൽ കൂടുതൽ പാലായിലേക്കില്ല. അതുപോലെ തന്നെ പൈക, പൊൻകുന്നം, മുണ്ടക്കയം ആ ഭാഗത്തേക്കൊക്കെ പോകുവാനായിട്ടുള്ള നല്ല പള്ളിക്കത്തോട്, കൂരാലി എന്ന് വേണ്ടുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുവാനായിട്ട് നല്ല എൻട്രൻസ് ഉള്ള ഒരു ലൊക്കേഷനാണ് അയർകുന്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീടും സ്ഥലവും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ സ്ഥലവും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. പുതിയ വീഡിയോസുമായി മിനിച്ചിൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ ലോൺ സൗകര്യത്തോടെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കൂ.